ഹലോ, ഇത് നമുക്ക് നമ്മുടെ നിധിക്കുട്ടിയുടെ അംഗൻവാടിയിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ. ഹേവൻകുട്ടിൻ്റെ സ്കൂള് പൂട്ടിയ കാരണം ഹേവൻകുട്ടനും ഞാനും നിധിക്കുട്ടിയും കൂടിയാണ് കേട്ടോ അംഗൻവാടിയിലേക്ക് ചെന്നത്. അപ്പോൾ 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് നമ്മളെത്തിയപ്പോൾ 10:30 പിന്നെ രണ്ടുപേരെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഫുഡൊക്കെ കൊടുത്ത് അവിടെ എത്തിയപ്പോൾ നേരമായി. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ നിധിക്കുട്ടിക്ക് മുല്ലപ്പൂ സെറ്റ് ചെയ്യാനും നിന്നു. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുല്ലപ്പൂ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെന്ന് പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ പൂക്കളം ഇടാൻ ഞാൻ ഇരുന്ന കാരണം ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. ഉള്ള കുറച്ച് പൂക്കളൊക്കെ വെച്ച് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഒരു പൂക്കളം ഇട്ടു. അപ്പോൾ നമ്മുടെ ഹേവൻകുട്ടൻ അതിൻ്റെ അടുത്തിരുന്ന് ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ പൂക്കളിട്ടതിന് ശേഷം പിന്നെ ഓണക്കളികളായിരുന്നു. അപ്പോൾ ആദ്യം കസേരക്കളിയായിരുന്നു. ടീച്ചേഴ്സ് 2 ദിവസം മുന്നേ കുട്ടികൾക്ക് ഒരു പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഇത്ര ആക്ടിവിറ്റീസൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടോ. നല്ല തമാശയായിരുന്നു അവരുടെ ഓരോ കളികളും. പിന്നെ കസേര കിട്ടാതെ ആയപ്പോഴുള്ള കുഞ്ഞുമക്കളുടെ കരച്ചിലും ഒക്കെ ഒരു തമാശയായിരുന്നു. ഞാനും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ പുറത്തൊന്ന് പോയി ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. കല്യാണത്തിന് മുന്നേ നഴ്സിങ്ങിന് ഫൈനൽ ഇയറിന് പഠിച്ച സമയത്താണ് ഞാൻ ഇതുപോലെ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും നമ്മുടെ വീട്ടിലും ഓണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മുടെ കസേരകളിൽ നിധിക്കുട്ടിക്ക് എൻ്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ചു കിട്ടും. പിന്നെ അങ്ങനെ സമ്മാനമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അതൊരു വിഷമാവുമല്ലോ, ഒരാൾക്ക് കൊടുത്തിട്ട് ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ച് ഗെയിംസുകൾ അങ്ങനെ നടത്തിയെന്ന് മാത്രം. നമ്മുടെ നിധിക്കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് അടിച്ചപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടുമായിരുന്നു. അപ്പോൾ കസേരകളി കണ്ടപ്പോൾ ഹേവൻകുട്ടനും ഒന്നും അടുത്ത കളിയിൽ അറ്റംപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഹേവൻകുട്ടൻ തവളച്ചാട്ടത്തിന് മത്സരിച്ചു. അങ്ങനെ വലിയ തവളയായിരുന്നു ഹേവൻകുട്ടൻ. അപ്പോൾ ഹേവൻകുട്ടനാണ് കേട്ടോ തവളച്ചാട്ടത്തിന് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ സ്പൂൺ റേസിൽ ആദ്യം കുഞ്ഞുമക്കളുടെ സ്പൂൺ റേസാണ് നടത്തിയത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നിധിക്കുട്ടിയുടെ നാരങ്ങ താഴെ പോയി. അപ്പോൾ നിധിക്കുട്ടിക്ക് കുറച്ച് വിഷമമൊക്കെ ആയി. പിന്നെ അതിനുശേഷം നമ്മുടെ ഹേവൻകുട്ടനും വേറൊരു കുട്ടിയും കൂടിയിട്ടാണ് സ്പൂൺ റേസ് നടത്തിയത്. അതായത് അംഗൻവാടിയിലെ കുട്ടികളുടെ ചേട്ടനും ചേച്ചിയും. അങ്ങനെ അവർ സ്പൂൺ റേസ് നടത്തി. ആ സ്പൂൺ റേസിൽ നമ്മുടെ ഹേവൻകുട്ടനാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. ഹേവൻകുട്ടൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഹേവൻകുട്ടന് ഫസ്റ്റ് കിട്ടിയപ്പോൾ നമ്മുടെ നിധിക്കുട്ടി സന്തോഷം കൊണ്ട് തുള്ളി ചാടി. അങ്ങനെ ഞാനും മക്കളും കൂടി 1-2 സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഫുഡിൻ്റെ ടൈമായി. നല്ല സദ്യയായിരുന്നു കേട്ടോ. നമ്മുടെ ചേട്ടനും അനിയത്തിയും അടുത്തടുത്താണ് ഇരുന്നത്. ഹേവൻകുട്ടൻ ചോറ് മുഴുവനുണ്ട്, കറികൾ ഫുള്ള് കഴിച്ചില്ല. നിധിക്കുട്ടിയാണെങ്കിൽ ചോറ് കുറച്ച് ബാക്കി വെച്ചു. നിധിക്കുട്ടി പായസത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. നിധിക്കുട്ടിക്ക് പായസം നല്ല ഇഷ്ടമായി. ചോറിൻ്റെ ഇടയിലും പായസം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുകയായിരുന്നു. പപ്പടവും പായസമൊക്കെയാണ് നിധിക്കുട്ടിയുടെ ഫേവറേറ്റ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും ഇരുന്നത് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും എഴുന്നേറ്റ് പോയി തുടങ്ങി. നമ്മുടെ നിധിക്കുട്ടീനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഹേവൻകുട്ടൻ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാണ്. നിധിക്കുട്ടി ഭക്ഷണം കഴിക്കാൻ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ നിധിക്കുട്ടി എല്ലാം പതുക്കെ പതുക്കെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മക്കളുടെ ഭക്ഷണത്തിന് ശേഷം നമ്മുടെ അമ്മമാരും ടീച്ചേഴ്സൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവർ നാരങ്ങപ്പാൽ കളിച്ചു. അപ്പോൾ നിധിക്കുട്ടി അന്നത്തെ ദിവസം ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സന്തോഷവും ഹാപ്പി ആയിരുന്നു. നമുക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നിധിക്കുട്ടിയുടെ അംഗൻവാടിയിലെ ഓണം സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മളെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ബൈ.